വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, എല്ലാവരുടെയും പേര് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അത്രയും കൂടെ എനിക്ക് സമയം കിട്ടുന്ന ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹോഷ്മമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഞാൻ കേരള ദളിത് KDP എന്ന് പറയുന്ന സംഘടനയുടെ ദളിത് പ്രസ്ഥാനത്തിൻ്റെ അംബേദ്കറേറ്റ് മൂവ്മെന്റിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ എൻ്റെ സ്റ്റേറ്റ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമാണ്. SDPയുടെ പരിപാടികളിൽ നിരന്തരം പങ്കെടുക്കാൻ ആഗ്രഹിക്കുകയും പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഈ സമ്മേളനത്തിന്, ഐക്യദാർഢ്യ സമ്മേളനത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഒരുപക്ഷെ ഈ എൻ്റെ പ്രസ്ഥാനത്തിൽ നിന്നും പലരും ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ട എന്ന് നിരുപാധികം പറഞ്ഞുവെങ്കിലും KDP സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സ്ഥാപക നേതാവ് KM ജാഷ് അടക്കമുള്ളവർ പരിപൂർണമായും പിന്തുണ എനിക്ക് നൽകിക്കൊണ്ടാണ് ഈ സമ്മേളനത്തിൽ, ചരിത്രപരമായ ഈ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കാൻ ആഗ്രഹിച്ചു. കൂടുതൽ കാര്യങ്ങളിൽ കടക്കുന്നില്ല. നമ്മുടെ വിഷയം പ്രിയപ്പെട്ട നേതാവ് ഫൈസി അവറുകളെ നിരുപാധികം വിട്ടയക്കണമെന്ന ഒരു അജണ്ടയാണ് നമ്മൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉദ്ഘാടകനടക്കം പ്രിയപ്പെട്ട പ്രാസംഗികരെല്ലാം വളരെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി ഒരു വിശാലമായ ഒരു പ്രഭാഷണത്തിന് പ്രസക്തിയില്ല എന്ന് ഞാൻ മനസ്സിലായെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വർത്തമാനത്തിൽ ഞാൻ പിന്മാറാമെന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോ പ്രിയപ്പെട്ട ഫൈസിയെ നാം ഓർക്കുമ്പോൾ അതിനു മുമ്പ് നാം സ്മരിക്കേണ്ട, അതിൽ ഓർക്കേണ്ട ഒരു വ്യക്തിത്വമാണ് അബ്ദുൽ നാസർ മദനി. നമുക്കറിയാം, ബാബരി മസ്ജിദിന്റെ തകർക്കിയ ശേഷം ഇന്ത്യയിൽ വ്യാപകമായി ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന കലാപങ്ങൾ, ന്യൂനപക്ഷ വിഭാഗങ്ങളും ദളിതുകൾക്കുമെതിരെ നടക്കുന്ന അതിശക്തമായ രാഷ്ട്രീയ പടയൊരുക്കങ്ങൾ നമ്മുടെ രാജ്യം ഇന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരായിരുന്നു അബ്ദുൽ നാസർ മദനി എന്ന് ഞാൻ പറയേണ്ട കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 1992 കൊടുങ്ങല്ലൂർ എറിയാട് എന്ന് പറയുന്ന സ്ഥലത്ത് ദലിത് മുസ്ലിം സഹവർത്തനം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കേരള ദളിത് സിനിയും സംഘടിപ്പിച്ചു. 92 വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം 20 വർഷത്തിൽ അധികം മുകളിലേക്ക് പോയി. ദലിത് മുസ്ലിം സഹവർത്തനം ഞാൻ പ്രവർത്തിക്കുന്ന KDP എന്നുള്ള സംഘടന മുൻകൈ എടുത്തുള്ള ഒരു പ്രോഗ്രാമാണ്. 20 വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചത് ദലിത് മുസ്ലിം സഹവർത്തനം. കേരളത്തിൽ ഞാൻ പ്രവർത്തിക്കുന്ന ഈ സംഘടന കഴിഞ്ഞ 35 വർഷക്കാലമായി കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന, ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന സാമൂഹ്യ നീതി അഥവാ സാമൂഹ്യ വിമോചനം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം അത് ജനാധിപത്യമാണ്. ഈ രാജ്യത്ത് ഈ ജനാധിപത്യം നടക്കണം എന്ന ആഗ്രഹത്തോടുകൂടി കഴിഞ്ഞ 35 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് KDP. ഈ എറിയാട് ക്യാമ്പിൽ കൊടുങ്ങല്ലൂർ ഞങ്ങൾ പ്രഖ്യാപിച്ച ഒരു ആശയം അത് തന്നെയാണ്. രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളും ദളിതുകളും പിന്നോക്ക ജനവിഭാഗങ്ങളും ഐക്യപ്പെടാതെ അവർ സംഘടിച്ച രാഷ്ട്രീയ ശക്തിയായി മാറാതെ കണ്ട് രാജ്യത്തിന്റെ ജനാധിപത്യത്തെ കെട്ടുറപ്പോടുകൂടി സംരക്ഷിക്കുവാൻ നമ്മൾക്ക് കഴിയില്ല. ഇത് തന്നെയല്ലേ മദനിയും വിളിച്ചു പറഞ്ഞത്. ISS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ലേബലിൽ നിന്നുകൊണ്ട് മകനായ മദനി ഈ രാജ്യത്തെ ദലിത് മുസ്ലിം സഹവർത്തനവും ദലിത് മുസ്ലിം ഐക്യവും ന്യൂനപക്ഷ ഐക്യവും പറഞ്ഞപ്പോൾ മദനിയെ ഭീകരവാദിയാക്കി, തീവ്രവാദിയാക്കി 10 വർഷം കോയമ്പത്തൂർ ജയിലിലടച്ചു. പ്രതിഷേധമൊക്കെ ഒരുപാട് നടന്നു, പക്ഷേ ഫലമുണ്ടായില്ല. കോയമ്പത്തൂർ ജയിലിൽ മദനി 9 വർഷം അദ്ദേഹത്തിന്റെ ജീവിതം ആ കാരാഗ്രഹത്തിൽ പൂർത്തിയുണ്ടായി. പിന്നീട് തടീന്റെ ഉടൻ നസീർ ബന്ധപ്പെട്ട ഒരു കേസിൽ എറണാകുളം DC ഒരു ബോംബ് സ്ഫോടന കേസിൽ മദനിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാതെ കൊണ്ടുപോയതാണ്. ഇന്ന് എത്ര വർഷമായി? 20 വർഷത്തിലധികം, 15 വർഷത്തിലധികമായി മദനി അഗ്രഹാര ജയിലിലാണ്, ബാംഗ്ലൂർ. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ജയിലിൽ ഹോമിക്കപ്പെടേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളും ഈ രാജ്യത്ത് ആക്രമിക്കപ്പെടുന്ന ദലിതുകളും ഒന്നിക്കണം, ഈ രാജ്യത്തിന്റെ ഭാഗമായി ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കണം എന്ന് പറഞ്ഞ സാഹോദര്യ മുദ്രാവാക്യം മദനി പറഞ്ഞതിന്റെ പേരിലാണ് പ്രിയമുള്ളവരെ ഇന്ന് അദ്ദേഹത്തിന്റെ ജീവിതം കാരാഗ്രഹങ്ങളിൽ ഹോമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അദ്ദേഹം പുറത്തു വരില്ല. ഡെഡ് ബോഡി അല്ലാതെ മയ്യത്തല്ലാതെ അദ്ദേഹം പുറത്തു വരില്ല യാഥാർത്ഥ്യമാണ്. ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ഭീകരത അത്ര വലുതാണ്.
നമുക്കറിയാം ഈ രാജ്യത്ത് ഫാസിസത്തെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഫാസിസം ഇന്നും ഇന്നലെ വന്നതല്ല. അഡോൾഫ് ഹിറ്റ്ലറുടെയോ അല്ലെങ്കിൽ നാസി പട്ടാളത്തിന്റെയോ അല്ലെങ്കിൽ മുസോളിനിയുടെ അല്ല ഫാസിസം. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 5000 വർഷക്കാലമായി ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് ഫാസിസം. അത് രൂപീകരിച്ചത് ഈ രാജ്യത്തെ ബ്രാഹ്മണനാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഇവിടെ ഞാൻ പറയുന്ന ഓരോ വാക്കിന്റെയും ഉത്തരവാദി ഞാൻ തന്നെ ആയിരിക്കും. SDP അത് യാതൊരു പങ്കാളിത്തം ഉണ്ടാകത്തില്ല. എന്റെ സ്വന്തം ഉത്തരവാദിത്തത്തിലായിരിക്കും ഞാൻ പറയുന്ന ഓരോ വാക്കുകളും. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ജനാധിപത്യ രാജ്യത്ത്, നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരുന്നതിന് മുൻപ് ഒരു ഭരണഘടന ഉണ്ടായിരുന്നു. ആരെങ്കിലും അതിന് പേരെന്ന് പറയാം? എന്താണ്? ഒന്നും ഉറക്കെ പറ. എല്ലാവർക്കും അറിയാമല്ലോ, മനുസ്മൃതി. ഈ മനുസ്മൃതി ഇവിടെ എഴുതിയതാരാണ്? സുമതി ഭാർഗവൻ എന്ന് പറഞ്ഞ ബ്രാഹ്മണൻ. സുമതി ഭാർഗവൻ മനുവിന് അറിയപ്പെടും. ഇയാൾ എഴുതിയ മനുസ്മൃതി ആർക്ക് വേണ്ടി എഴുതി? ഈ രാജ്യത്തെ ബ്രാഹ്മണന് വേണ്ടി. അവന്റെ നിയമങ്ങളെയും അവന്റെ സ്വാതന്ത്ര്യത്തെയും അവന്റെ സ്വച്ഛന്തമായ സ്വൈര്യ വികാരത്തിന് വേണ്ടി ബ്രാഹ്മണൻ പടച്ചുണ്ടാക്കിയ അവന്റെ നിയമമാണ് മനുസ്മൃതി. ഈ മനുസ്മൃതിയാണ് 1925 നാഗപ്പൂരിലും പരിസര പ്രദേശങ്ങളിലും ഒരു ബുദ്ധ പടയെ പോലെ വിളയാടി നടന്ന RSS പിന്നീട് ജനസംഘവും RSSമായി രൂപപ്പെട്ട ഈ സംഘം ഉണ്ടാക്കിയത്. അവർ പ്രത്യയശാസ്ത്രമാക്കി മാറ്റിയത്. ഭരണകൂടത്തിന് എപ്പോഴും ഏത് ഭരണമായാലും ആ ഭരണകൂടത്തിന് ഈ ജനങ്ങൾക്കിടയിൽ ഒരു ശത്രുത എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ ഭീകരന്മാരായിട്ടുള്ള ഈ നാസി ഫാസിസ്റ്റുകൾ രാജ്യം ഭരിക്കുമ്പോൾ ഒരു പൊതുശത്രുവിനെ അവർ സൃഷ്ടിക്കും. ആ പൊതുശത്രുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആ പൊതുശത്രുവിനെ രാജ്യത്തിന്റെ, രാഷ്ട്രത്തിന്റെ, ജനങ്ങളുടെ മുഴുവൻ ശത്രുവായി പ്രഖ്യാപിക്കും. അവരാണ് ശത്രു. എന്നിട്ട് അവർക്കെതിരെയുള്ള കലാപങ്ങളും അവർക്കെതിരെ പോരാട്ടങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നാസി പടകളുടെയും ഈ നാസിസത്തിന്റെ ഫാസിസത്തിന്റെ ഒരു ചരിത്രം പഠിക്കുമ്പോൾ ഒരു വിഷയം മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നമ്മുടെ രാജ്യം ഇപ്പൊ ഭരിക്കുന്ന ആരാണ്? 100 വർഷം മുമ്പ് രാജ്യത്ത് രൂപീകരിച്ച, ഞാൻ ആദ്യം സൂചിപ്പിച്ച RSS എന്ന് പറയുന്ന സംഘപരിവാറിന്റെ ആദ്യ രൂപം, RSS എന്ന് പറയുന്ന സംഘമാണ് ഇന്ന് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ രൂപീകരിച്ച ഭരണഘടനയാണ് ഞാൻ മുമ്പേ പറഞ്ഞ മനുസ്മൃതി. ഈ മനുസ്മൃതി നടപ്പിലാക്കുക എന്നുള്ളതാണ് RSSന്റെയും സംഘപരിവാറിന്റെയും പുത്തൻ രാഷ്ട്രീയമായ BJPയുടെ അജണ്ട. അപ്പൊ അവർക്കെതിരെ വരുന്ന ഈ രാജ്യത്തെ ദളിതുകൾ, മുസ്ലിങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, കമ്മ്യൂണിസ്റ്റുകൾ, ഒരുപക്ഷെ എതിർ ശബ്ദങ്ങളെ മുഴുവൻ അടിച്ചമർത്തുക എന്നുള്ള ആ നാസി ഫാസിസ്റ്റ് സ്വഭാവമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നിൽക്കുന്ന ഭരണവ്യവസ്ഥ. അതുകൊണ്ടാണ് പൈസയെ പോലെയുള്ള, മദനെ പോലെയുള്ള, ഗ്രാംസിയെ പോലുള്ള ഒരുപാട് പേരെ യാതൊരു കാരണവും കൂടാതെ എതിർ ശബ്ദങ്ങളെ അടിച്ചൊതുക്കുന്ന, അമർച്ച ചെയ്യുന്ന ഈ നാസി ഫാസിസ്റ്റ് പടയാളികൾ കൂട്ടത്തിന് അവരുടേതായിട്ടുള്ള നിയമങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്തെ, രാഷ്ട്രത്തെ, രാജ്യത്തെ ജനങ്ങളെ അവരുടെ പരിധിയിൽ വരുത്തുന്ന രീതിയിലേക്ക് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ മാറ്റുന്ന രീതിയിലാണ് പുത്തൻ ഇതിഹാസമായി ഫാസിസം നമ്മുടെ രാജ്യത്ത് മാറിയിരിക്കുന്നത്. ഇതാണ് പ്രശ്നം. എന്താണ്? ഇത്തരം വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ പലതും പറയേണ്ടി വരും. നമ്മുടെ സമയം ഒരു പരിമിതി തന്നെയാണ്. ഞാൻ ചുരുക്കുകയാണ്. റെസ്ട്രിക്ഷൻ വന്നിരിക്കുന്നു 10 മിനിറ്റ്. നമുക്ക് പറയാതിരിക്കാൻ പറ്റാത്ത വിഷയങ്ങളാണ്. ഇത് പറഞ്ഞേ പറ്റും. നമ്മൾ എന്ന് പറയാനെതിന് ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നയങ്ങൾ, രാഷ്ട്രീയ നിലപാടുകൾ, അത് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. എനിക്ക് ഇവിടെ പറഞ്ഞതുപോലെ നമ്മളെ കാരാഗ്രഹത്തിൽ അടച്ചാലും എത്ര കള്ളക്കേസ് ഉണ്ടാക്കിയാലും ഒരൊറ്റ അംബേദ്കറേറ്റോ ഒരു ജനാധിപത്യവാദി രാജ്യത്തുണ്ടെങ്കിൽ അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. പക്ഷെ നാളെ നമ്മുടെയൊക്കെ അനുഭവം ഇതായിരിക്കും. ഇത് പറയുന്ന എതിർ ശബ്ദങ്ങളെ അമർച്ച എന്നുള്ളതാണ് ഫാസിസത്തിന്റെ ഏറ്റവും മൂലമായ അടിസ്ഥാനം. എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുക. അപ്പോ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കേണ്ട ജനാധിപത്യം ഈ ബ്രാഹ്മണിക്കൽ ഐഡിയോളജിയായ ഫാസിസത്തെ അഥവാ മനുസ്മൃതിയെ അട്ടിമറിച്ചുകൊണ്ടാണ് ഡോക്ടർ ബാബാ സാഹേബ് ബി ആർ അംബേദ്കർ അത് ജനാധിപത്യം എന്ന ആശയം ഒരുപക്ഷെ വിശാലമായ ചിന്തകളോട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. ആ ജനാധിപത്യത്തെ ഇവിടെ കൊണ്ടുവന്നുകൊണ്ടാണ് ഒരുപക്ഷെ അംബേദ്കറെ ഒരു ദേശീയ രാഷ്ട്രീയ നേതാവ് പ്രഖ്യാപിക്കാതെ രാജ്യത്തിന്റെ മുമ്പോട് സൂചിപ്പിച്ചു മഹാത്മാഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ വെടിവെച്ചു വന്ന നാഥുറാം ഗോഡ്സെ ഒരുപക്ഷെ അതൊരു മരീചിക, അത് ചുമ്മാ നൽകിയത്. വൈശ്യനായ ഗാന്ധി ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവാകാൻ പാടില്ല എന്ന് RSSന് നിർബന്ധമുണ്ടായിരുന്നു. ഇത് ഒരു അകത്തൊരു ചരിത്രമാണ്. RSSനോട് വ്യക്തമായ അജണ്ട ഉണ്ടായിരുന്നു. ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായിട്ട് ഒരു ബ്രാഹ്മണൻ തന്നെ പറഞ്ഞു. പക്ഷെ ഗാന്ധി വൈശ്യനായിപ്പോയി. നാഥുറാം ഗോഡ്സെക്ക്, വിനായക് ഗോഡ്സെക്ക്
ഭ്രാന്തിന്റെ സ്വഭാവം, ഭ്രാന്തൊന്നുമില്ലായിരുന്നു. വളരെ കരുതിക്കൂട്ടി RSS വളരെ കരുതിക്കൂട്ടി ഗാന്ധിയെ കൊന്നതാണ്. എങ്കിലും നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഇപ്പം ഈ രമേശ് കേരളത്തിലേക്ക് വരികയാണ്. രമേശ് ചെന്നിത്തല ഇപ്പോ ദലിത് കോൺക്ലേവ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദളിതരെ എല്ലാം കൂടെ അങ്ങോട്ട് ഒത്തൊരുമിപ്പിച്ച് കോൺഗ്രസിന്റെ ഭാഗമാക്കിക്കൊണ്ട് വലിയ ഐക്യം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുകയാണ്. ഗാന്ധിസവും അംബേദ്കർസും ഒരിക്കലും ചേരാത്ത രണ്ട് പ്രത്യയശാസ്ത്രമാണ്. കാരണം രാമരാജ്യം ഉണ്ടാകണമെന്ന് പറയുന്ന ആഗ്രഹിച്ച ഒരാളാണ് ഗാന്ധി. അംബേദ്കർ ജനാധിപത്യവാദിയുമായിരുന്നു. അപ്പോൾ ഒരു രാഷ്ട്രത്തെ ഹിന്ദു രാഷ്ട്രമായി രാമരാജ്യം പ്രഖ്യാപിക്കാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി റിഡേൽസ് ഇൻ ഹിന്ദുയിസം എന്നുള്ള അംബേദ്കർ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇതൊരു മതരാഷ്ട്രമാകാൻ പാടില്ല. എല്ലാ മതങ്ങളെയും എല്ലാ ചിന്തകളെയും നാനാത്വങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ദേശീയതയായിരിക്കണം നമ്മുടെ ബാബാസാഹേബ് ബി ആർ അംബേദ്കർ പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞു വന്നത്, ഗാന്ധി ചിന്തകളെയും അംബേദ്കർ ചിന്തകളെയും കൂട്ടുപിടിക്കാൻ അല്ല മാർക്സിസത്തെയും ചേർത്ത് വെക്കാൻ കഴിയില്ല. വ്യത്യസ്തമായ ധ്രുവങ്ങളിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഡോക്ടർ ബാബാസാഹേബ് ബി ആർ അംബേദ്കർ ആശയങ്ങളെ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രത്യാശാസങ്ങളെ ഇപ്പൊ കോൺഗ്രസ് അടക്കം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടന ഇല്ലാത്ത പല പ്രത്യയശാസ്ത്രങ്ങളും പല ആശയങ്ങളും ഇപ്പൊ ഫ്രട്ടേണിറ്റി ഓഫ് റൂട്ട് ഓഫ് ഡെമോക്രസി എന്നൊരു ആശയം ഇന്ത്യൻ ഭരണഘടന ഫ്രട്ടേണിറ്റിയാണ്. അതായത് സാഹോദര്യമാണ് നമ്മുടെ ജനാധിപത്യത്തിലേക്കുള്ള മാർഗം. പക്ഷെ സാഹോദര്യത്തെ കുറിച്ച് നമ്മുടെ ഭരണഘടന വളരെ വ്യക്തമായിട്ട് പറയുന്നില്ല. അത് നമ്മൾ പഠിക്കണമെങ്കിൽ അംബേദ്കറിസം എന്ന് പറയുന്ന അംബേദ്കർ പ്രത്യയശാസ്ത്രം പഠിച്ചാലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ഇനി പഠിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ മതേതരത്വ സങ്കല്പങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതിന്, അതിന് അടിസ്ഥാനപരമായി അതിനെ നിലനിർത്തുന്നതിനും വേണ്ടി ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളും